നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യേശുദേവന്റെ ഉയർപ്പ് പെരുന്നാളിന്റെ സ്മരണയിൽ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, പാതിരാ കുർബാനയും ശുശ്രൂഷകളും. പതിവ് തെറ്റിച്ചില്ല. നവീകരണം പൂർത്തിയാകാറായ റോഡ് ജലവകുപ്പ് കുത്തിപ്പൊളിച്ചു. കുണ്ടറ പള്ളിമുക്ക് മുളവന റോഡാണ് പൈപ്പ് പൊട്ടിയത് മൂലം വാട്ടർ അതോറിറ്റി പൊളിച്ചത്. പാർവതി മിൽ തുറക്കാതെ MP വാഗ്ദാന ലംഘനം നടത്തിയെന്ന ആരോപണം. കൊല്ലം പാർവതി മില്ലിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ. ഇടത് ട്രേഡ് യൂണിയനുകളാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. പ്രത്യാശയുടെ സന്ദേശവുമായി വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. 50 നോമ്പ് പൂർത്തീകരിച്ചാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. പ്രത്യാശയുടെ സന്ദേശവുമായി വിശ്വാസി സമൂഹം ഈസ്റ്റർ ആഘോഷിക്കുന്നു. യേശുദേവൻ കുരിശിലേറിയ ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ. അൻപത് നോമ്പാചരണത്തിന്റെ അവസാനം കൂടിയാണ് ഇന്ന്. ദേവാലയങ്ങളിൽ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. പുലർച്ചെ തന്നെ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. വിവിധ ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കഴിഞ്ഞ അർദ്ധരാത്രിയും പുലർച്ചെയുമായാണ് പ്രാർത്ഥനകൾ നടന്നത്. ദുഃഖവെള്ളി ദിനം കുരിശിലേറിയ യേശുദേവൻ 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റു എന്നാണ് വിശ്വാസം. ഈ സുദിനത്തിൽ വിശ്വാസികൾ യേശുദേവന്റെ പീഡാനുഭവത്തെ അനുസ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് ചവറ തലമുകിൽ സെന്റ് അഗസ്റ്റിൻ ചർച്ചിൽ നടന്ന ചടങ്ങുകൾക്ക് ഫാദർ ഫ്രാങ്ക്ലിൻ ഫ്രാൻസിസ്, ജോയി വില്യം എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഉത്ഥാന മഹോത്സവത്തിൻ്റെ എല്ലാ നന്മ നിറഞ്ഞ അനുഗ്രഹങ്ങളും ആശംസകളും ആത്മാർത്ഥമായി ഏവർക്കും നേരുകയാണ്. യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ്. പ്രത്യാശയുടെ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. ആ വലിയ പ്രത്യാശയാണ് യേശുവിൻ്റെ ഉത്ഥാനം നമുക്ക് നൽകുന്നത്. 1 പത്രോസിൻ്റെ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അവിടുത്തെ ശക്തമായ കരത്തിൻ കീഴിൽ എളിമയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് നിങ്ങൾക്ക് ഉത്തരം നൽകും. ഈ വലിയ പ്രത്യാശ അവിടുന്ന് നമുക്ക് നൽകുന്നത് തൻ്റെ ഉത്ഥാനത്തിലൂടെയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും ഇത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുക. കർത്താവ് ഉയർത്തെഴുന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാകുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നു. കൊല്ലം തുയ്യം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് ചടങ്ങ് നടന്നു. തുയ്യം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നടന്ന ഉയർത്തെഴുന്നേൽപ്പ് സിനിമയെ വെല്ലുന്ന സെറ്റൊരുക്കിയാണ് ചിത്രീകരിച്ചത്. പള്ളിയിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം കൃത്യം 12 മണിക്ക് തന്നെ യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പ് ചടങ്ങുകൾ ആരംഭിച്ചു. ദേവാലയത്തിനുള്ളിൽ പ്രത്യേക ഭാഗത്ത് സജ്ജീകരിച്ച പാറക്കെട്ടുകൾ കൊണ്ട് നിർമ്മിച്ച ഗുഹയിൽ നിന്നും ഇടിമിന്നലോടുകൂടി ഗുഹ തുറന്ന് പുറത്തേക്ക് വരുന്ന യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ദൃശ്യമാണ് വിശ്വാസികൾക്ക് ഭക്തിക്കൊപ്പം കൗതുക കാഴ്ചയും ഒരുക്കിയത്. ഏകദേശം 1 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് പള്ളിയുമായി സഹകരിക്കുന്ന യുവാക്കൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. ഇടവക വികാരി ഫാദർ ലെജു ഐസക് പ്രാർത്ഥനകൾക്കും മറ്റ് ചടങ്ങുകൾക്കും നേതൃത്വം നൽകി.
യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിനമാണ് ഈസ്റ്റർ. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്ററായി ആചരിക്കുന്നത്. തിന്മയുടെയും അസത്യത്തിൻ്റെയും ജയം താൽക്കാലികമാണെന്നും ഭൂരിപക്ഷത്തോടൊപ്പം വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിനും വേണ്ടി നിലനിൽക്കണം എന്നുമാണ് ഈസ്റ്റർ നൽകുന്ന സന്ദേശങ്ങൾ. 51 ദിവസത്തെ നോമ്പാചരണത്തിൻ്റെ വിശുദ്ധിയോടെ ഈ ദിനത്തിൽ ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾ, ദിവ്യബലി, കുർബാന എന്നിവ നടന്നു. ഈസ്റ്ററിന് മുമ്പായി ക്രൈസ്തവ വിശ്വാസികൾക്ക് പ്രധാനമായും 2 ദിവസങ്ങളുണ്ട്: പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും. യേശുദേവൻ ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ച് അവരുടെ കാലുകൾ കഴുകി വിനയത്തിൻ്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹ വ്യാഴവും അതിനെ തുടർന്നുള്ള ദുഃഖവെള്ളിയും. ദുഃഖവെള്ളിയിൽ യേശുക്രിസ്തുവിൻ്റെ പീഡന സഹനത്തെയും കാൽവരിമലയിലെ കുരിശുമരണത്തെയുമാണ് വിശ്വാസികൾ അനുസ്മരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മകളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയോടെ വിശ്വാസികൾ. പോരുവഴി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഈസ്റ്റർ ചടങ്ങുകളുടെ ഭാഗമായി കുർബാന നടന്നു. മാനവരാശിക്ക് പുതുമാനം പകരാൻ പിറവിയെടുത്ത ഉണ്ണിയേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മകൾ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹായത്തിൻ്റെയും പ്രകാശം പരത്താൻ പിറന്നു വീണ ദൈവപുത്രനെ കുരിശിലേറ്റുകയായിരുന്നു. 3-ാം നാൾ ഉയർത്തെഴുന്നേൽറ്റ ഉണ്ണിയേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മകൾ പുതുക്കി കൂടിയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. പോരുവഴി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള കുർബാനകൾ നടന്നു. ഇടവക വികാരി സോളു കൊശിരാജു അച്ഛന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പുലർച്ചെ തന്നെ വിശ്വാസികൾ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ദേവാലയങ്ങളിൽ ഉയർപ്പ് ശുശ്രൂഷകൾ നടത്തി. വള്ളികുന്നം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൽ ഫാദർ മാത്യു വി തോമസ് കാർമ്മികത്വം വഹിച്ചു. പാവുമ്പ സെന്റ് ജോർജ് മലങ്കര കാത്തോലിക്ക പള്ളിയിലും ഉയർത്തെഴുന്നേൽപ്പ് ശുശ്രൂഷകൾ നടന്നു. വിവിധ ദേവാലയങ്ങളിൽ ഉയിർപ്പ് പെരുന്നാൾ ആഘോഷിച്ചു. വള്ളികുന്നം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൽ ഉയർത്തെഴുന്നേൽപ്പ് ശുശ്രൂഷയ്ക്ക് ഫാദർ മാത്യു വി തോമസ് കാർമ്മികത്വം വഹിച്ചു. ബേബി ജേക്കബ്, അനീഷാമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകിട്ട് 5-ന് തുടങ്ങിയ ഉയിർപ്പ് ശുശ്രൂഷകൾ രാത്രി 9:30-യോടെയാണ് സമാപിച്ചത്. പാവുമ്പ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിലും ഉയർത്തെഴുന്നേൽപ്പ് ശുശ്രൂഷ നടത്തി. ഫാദർ ഗീവർഗീസ് വൈദ്യൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റി ബാബു വേങ്ങയിൽ, സെക്രട്ടറി ജിനു തങ്കച്ചൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രാത്രി വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും നടന്നു. ന്യൂസ് ബ്യൂറോ, തഴവ. പതിവ് തെറ്റിച്ചില്ല. നവീകരണം പൂർത്തിയാകാറായ റോഡ് ജലവകുപ്പ് കുത്തിപ്പൊളിച്ചു. നവീകരണം പ്രവർത്തനം അവസാന ഘട്ടത്തിലെത്തിയ കുണ്ടറ പള്ളിമുക്ക് മുളവന റോഡാണ് പൈപ്പ് പൊട്ടിയത് മൂലം വാട്ടർ അതോറിറ്റി പൊളിച്ചത്. നീണ്ട 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 3 ദിവസം മുമ്പാണ് കുണ്ടറ പള്ളിമുക്ക് മുളവന റോഡിന്റെ ടാറിംഗ് ജോലികൾ ആരംഭിച്ചത്. ടാർ ചെയ്ത മണിക്കൂറുകൾ കഴിയും മുമ്പ് പുന്നത്തടം മുസ്ലിം പള്ളിക്ക് മുന്നിൽ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങി. ഇവിടെയാണ് പൊട്ടിയ പൈപ്പ് മാറ്റുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി റോഡ് കുത്തിപ്പൊളിച്ചത്. പൊട്ടിയ പൈപ്പ് മാറ്റുന്നതിന് വേണ്ടിയല്ലേ കുത്തിപ്പൊളിച്ചതെന്ന് വിചാരിച്ചാൽ അതിലും ഒരു പ്രശ്നമുണ്ട്. 1 വർഷം മുമ്പാണ് പഴകിയ പൈപ്പുകൾ മാറ്റി ഗേജ് കൂടിയ പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചത്. ഈ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി മാസങ്ങൾ റോഡിന്റെ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. പുതിയ പൈപ്പ് പൊട്ടിയ സ്ഥിതിക്ക് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചാലും പതിവ് തെറ്റാതെ റോഡ് കുത്തിപ്പൊളിക്കേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ശ്രീനാരായണ ഗുരു നീതിയുള്ള സമൂഹത്തിനായി പ്രവർത്തിച്ച മഹാജ്ഞാനിയായിരുന്നുവെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ. മനുഷ്യൻ ആത്മജ്ഞാനികളായി വളരേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. NDA കരുനാഗപ്പള്ളി മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാത്തിനെയും ഇരുകൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെത്. 60 വർഷക്കാലത്തെ ദുരിതത്തിൽ നിന്നും ഭാരതത്തെ കൈപിടിച്ചുയർത്തി ലോകത്തിന്റെ
നെറുകയിൽ എത്തിക്കുന്നതിനുള്ള പ്രയത്നത്തിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ. പറഞ്ഞത് നടപ്പാക്കിയ കേന്ദ്രം രാജ്യത്തിന്റെ സമസ്ത മേഖലയുടെയും വികസന ലക്ഷ്യമാക്കി 300-ലധികം പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ആലപ്പുഴയുടെ സമഗ്ര വികസന കുതിപ്പിന് ഭരണപക്ഷത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരെ വേണോ പ്രതിപക്ഷത്തിരിക്കുന്നവരെ വേണോ എന്ന ചിന്ത പ്രബുദ്ധരായ ഓരോ വോട്ടർമാരും ചിന്തിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം പറഞ്ഞു, നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ അനീതിക്കെതിരായിട്ട് നിലകൊള്ളണമെന്നും ആ നീതിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ള ഒരു മഹാനുഭാവനാണ്. അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് രവീന്ദ്രനാഥ ടാഗോറിനെ പോലെയുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത്, ഞാനൊരു സന്യാസിയെ കണ്ടു, എന്തൊരു തേജസ്സാണ് അദ്ദേഹത്തിന്റെ മുഖമണ്ഡലങ്ങൾ കാണുന്ന സമയത്ത്. ഞാൻ ഇത്രയും ആധ്യാത്മികതയുടെ പരമകോടിയിൽ എത്തിയിട്ടുള്ള ഒരു സന്യാസി വര്യനെ എനിക്ക് എന്റെ ജീവിതത്തിൽ ദർശിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഞാൻ തെക്കേ ഇന്ത്യയില്, ഇവിടെ നമ്മുടെ നാട്ടില്, കൊച്ചു കേരളത്തില് കണ്ടു എന്ന് പറഞ്ഞത് ഓർമ്മകളിൽ, ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. BDJS മണ്ഡലം പ്രസിഡന്റ് S. ശോഭനൻ അധ്യക്ഷനായിരുന്നു. BDJS ജില്ലാ പ്രസിഡന്റ് പച്ചയിൽ സന്ദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അനിയപ്പൻ, ജില്ലാ ജനറൽ സെക്രട്ടറി മോനിഷ, ഷിബു, വൈസ് പ്രസിഡന്റ് ഹരി, പ്രിൻസ്, സെക്രട്ടറി സന്തോഷ്, ശോഭകുമാർ, ശശിധരൻ, രഞ്ജിത്ത് രവീന്ദ്രൻ, ശ്രീകുമാർ, മധുകുമാരി, മോനിഷ, ഗീത, ഡോക്ടർ രാജൻ, പ്രേമചന്ദ്രൻ, BJP മണ്ഡലം പ്രസിഡന്റ് KR രാജേഷ്, പാലമുറ്റത്ത് വിജയകുമാർ, കൊട്ടാരം ഉണ്ണി എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പൗരത്വ നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നൈറ്റ് മാർച്ച് നടത്തി. ഇടതുമുന്നണി പോരുവഴി പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത്. സ്ഥാനാർത്ഥി CA അരുൺകുമാർ ഉൾപ്പെടെ നൈറ്റ് മാർച്ചിന്റെ ഭാഗമായി. പൗരത്വ നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സൂചകമായി നൈറ്റ് മാർച്ച് നടത്തിയത്. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിനുള്ള BJP സർക്കാരിന്റെ ആയുധമാണ് പൗരത്വ നിയമ ഭേദഗതിയെന്ന് പ്രതിഷേധത്തിൽ ആരോപണമുയർന്നു. ഇടതുമുന്നണി പോരുവഴി പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സൂചകമായി നൈറ്റ് മാർച്ച് നടത്തിയത്. പോരുവഴി മയ്യത്തങ്കര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് പ്ലാമുക്ക് കൊച്ചുതെരുവ് ജംഗ്ഷൻ ചുറ്റി ചക്കുവള്ളിയിൽ സമാപിച്ചു. കുന്നത്തൂർ MLA കോവൂർ കുഞ്ഞുമോൻ, മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി CA അരുൺകുമാർ, കാപ്പക്സ് ചെയർമാൻ M. ശിവശങ്കരപിള്ള, കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി P. ശ്യാമളയമ്മ, ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധി S. ഷീജ, N. പ്രതാപൻ, പ്രിയൻകുമാർ, അക്കരയിൽ ഹുസൈൻ, B. ബിനീഷ്, മൂലത്തറ നിസാം, മുരളീധരൻപിള്ള, ശിവപ്രസാദ്, സുരാജ്, P. നിഷാദ്, ഷൈജു, രാധാമലനട, ജയാപ്രസന്നൻ തുടങ്ങി ഇടതുമുന്നണി നേതാക്കൾ നേതൃത്വം നൽകി. ഇവിടെ ഈ ചക്കുവള്ളിയുടെ തെരുവീതികളിൽ രാത്രിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമത്തിന്റെ അനുകൂലിക്കുന്ന ആളുകൾക്കെതിരായിട്ട്, രാജ്യത്തെ ഭരണകർത്താക്കൾക്കെതിരായിട്ട് ശബ്ദമുയർത്തിയ പ്രിയപ്പെട്ട സമരസഖാക്കളെ എല്ലാവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ പ്രിയപ്പെട്ട സഖാക്കളെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ കരുത്തോടു കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കൊല്ലം പാർവതി മില്ലിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. പാർവതി മിൽ തുറക്കാതെ MP വാഗ്ദാന ലംഘനം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CITU ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. നിലവിലെ കൊല്ലം പാർലമെന്റ് അംഗം 10 വർഷം മുമ്പ് നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പാർവതി മിൽ ടെക്സ്റ്റൈൽ പാർക്കാക്കി ഉയർത്തുമെന്ന വാഗ്ദാനം നൽകി ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് പാർവതി മില്ലിന് മുന്നിൽ തൊഴിലാളി ബഹുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CITU, AITUC യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ CITU ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കൊല്ലം MPക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനവും കൊല്ലം ജില്ലയിൽ അനുവദിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നും 2000 തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരുന്ന പാർവതി മിൽ ടെക്സ്റ്റൈൽ പാർക്കാക്കി ഉയർത്തുമെന്ന പ്രഖ്യാപനം വെള്ളത്തിൽ വരച്ച വര പോലെയായെന്നും S. ജയമോഹൻ പറഞ്ഞു. പാർലമെന്റിൽ കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുന്നയാൾ ഈ പാർലമെന്റ് സമ്മേളനത്തിലോ പാർലമെന്റിനകത്തോ പാർവതി മില്ലിന്റെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള മറ്റ് 19 MPമാരെയും കൂട്ടി ഒരു 15 മിനിറ്റ് നേരം ഈ നാടിന്റെ വികാരത്തെ ഒന്ന് പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് ചോദിച്ചാൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ആളുകളെ പറ്റിക്കുക, ഗീർവാണ പ്രസംഗങ്ങൾ നടത്തുക, മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കുക, പാർലമെന്റിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് നാട്ടിൽ നടന്ന് പറയുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. കൊല്ലം തുറമുഖം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ
റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ്, ആശ്രമം ESI സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു സഹായവും കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി നൽകാൻ MPക്ക് കഴിഞ്ഞില്ല. കശുവണ്ടി മേഖലയുടെ തകർച്ചയ്ക്കും കേന്ദ്ര സർക്കാർ നയങ്ങളാണ് പ്രധാന കാരണം. ബാങ്കുകളിൽ നിന്നും ജപ്തി നേരിടേണ്ടി വന്ന വ്യവസായികളുടെ പ്രശ്നങ്ങളോടും MP മൗനം പാലിച്ചു. കേന്ദ്രാവഗണനയ്ക്കും MPയുടെ വാഗ്ദാന ലംഘനങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ജില്ലയിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്നും ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ വരും ദിവസങ്ങളിൽ ജില്ലയിലാകെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് S. ജയമോഹൻ പറഞ്ഞു. ഏത് കാര്യമാണ് ഒരു കേന്ദ്ര പദ്ധതി എന്ന നിലയിൽ കൊല്ലത്തോ ഈ പാർലമെന്റ് മണ്ഡലത്തിലോ കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉത്തരവുണ്ടോ? ഒന്നാമത് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഉത്തരവുണ്ടെങ്കിൽ അത് പറയട്ടെ. AITUC നേതാവ് G. ബാബു അധ്യക്ഷനായിരുന്നു. K. വരദരാജൻ, AM ഇക്ബാൽ, X. ഏണസ്റ്റ്, VK അനിരുദ്ധൻ, G. ആനന്ദൻ, രാജേന്ദ്രബാബു, B. മോഹൻദാസ്, B. രാജു, K. രാജീവൻ, P. അജയകുമാർ, PP അജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് വർഗീയ ധ്രുവീകരണം നടക്കുന്നതായി KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. UDF കൊല്ലം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MM ഹസൻ. തെരഞ്ഞെടുപ്പിൽ മോദിയും പിണറായി വിജയനും ഒരേ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കാൻ കാരണം ഇവർ തമ്മിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മാനസിക ഐക്യമാണെന്നും MM ഹസൻ പറഞ്ഞു. ആവർത്തിച്ച് കല്ലുവെച്ച നുണ പറയുന്ന മുഖ്യമന്ത്രി പിണറായിയുടെ തൊലിക്കട്ടി ആർക്കുമില്ല. ക്യാമ്പസുകൾ കൊലക്കളങ്ങളായി മാറി. കോളേജുകൾ ഭരിക്കുന്നത് SFI ഗുണ്ടകളാണെന്നും MM ഹസൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക, അതിന് രാമക്ഷേത്രവും കാശ്മീർ പ്രശ്നവും മുത്തലാഖ് പ്രശ്നവും എല്ലാം കഴിഞ്ഞപ്പോൾ അവസാനത്തെ തുറപ്പുചെയ്ത് എന്ന നിലയ്ക്കാണ് ഈ പൗരത്വ നിയമത്തിന്റെ ചട്ടങ്ങൾ. കേരളത്തിൽ ഇടതുമുന്നണി പിണറായി പക്ഷെ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ സംസ്ഥാന വ്യാപകമായ നുണപ്രചരണം തുടങ്ങി. ഇവരൊക്കെ പറയുന്നുണ്ട് 60 സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിക്കും. 60 സ്ഥലത്തും നുണപ്രചരണം. യഥാർത്ഥത്തിൽ ഗീബൽസിന്റെ ഒരു പുതിയ അവതാരമായിട്ടാണ് പിണറായി വിജയൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലിറങ്ങി. ഒരു കേരള ഗീബൽസിനെ നിങ്ങൾക്കെല്ലാം അറിയാം. ആ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തുറുപ്പ് ചീട്ടായി ഇറക്കിയിരിക്കുന്ന അദ്ദേഹവും പൗരത്വ നിയമം. എവിടെ പോയാലും അദ്ദേഹം ചോദിക്കുന്ന പൗരത്വ നിയമം പാസ്സാക്കിയപ്പോൾ കോൺഗ്രസ്സുകാർ എവിടെയായിരുന്നു? ഒളിച്ചു കളിക്കുകയായിരുന്നില്ലേ? സോണിയാഗാന്ധിയുടെ വീട്ടിൽ അത്താഴം ഇരുന്ന് കഴിക്കുകയായിരുന്നില്ലേ പാർലമെന്റിൽ ഈ ബില്ല് വന്നപ്പോൾ? ഇതുപോലെ അസത്യം, കല്ലുവെച്ച നുണ ആവർത്തിച്ചൊരു മുഖ്യമന്ത്രിക്ക് പറയാനുള്ള ചർമ്മബലം പിണറായിക്കല്ലാതെ തൊലിക്കട്ടി വേറെ ആർക്കും. നമ്മളൊക്കെ ആവർത്തിച്ച് പറയും. പക്ഷെ ഞാൻ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, VS ശിവകുമാർ, രാജേന്ദ്ര പ്രസാദ്, KC രാജൻ, KS വേണുഗോപാൽ, A ഷാനവാസ് ഖാൻ, AK ഹഫീസ്, ഈച്ചംവെട്ടിൽ നയാസ് മുഹമ്മദ്, കുരീപ്പുഴ അജിത്, D ഗീതാകൃഷ്ണൻ, പ്രാക്കുളം സുരേഷ്, കൃഷ്ണവേണി ശർമ്മ, പ്രസാദ് നാണപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. MLA ഓഫീസിൽ എത്തിയവർക്കൊപ്പം കേക്ക് മുറിച്ച് PC വിശ്വനാഥ് MLAയുടെ ജന്മദിനാഘോഷം. 46ാം ജന്മദിനമാണ് ഓഫീസിലെത്തിയവർക്കും സ്റ്റാഫുകൾക്കുമൊപ്പം MLA ആഘോഷിച്ചത്. MLA ഓഫീസിലെത്തിയ ചുരുക്കം ചില ആളുകൾ, ഓഫീസിലെ ജീവനക്കാർ, കുറച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, UDF നിയോജകമണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം, കൺവീനർ വേണു, ചില മാധ്യമ പ്രവർത്തകർ. ഇവർക്കൊപ്പമായിരുന്നു PC വിശ്വനാഥ് MLA ഓഫീസിൽ കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിച്ചത്. MLAയുടെ 46ാം പിറന്നാളാഘോഷമായിരുന്നു ഇത്. തിരക്കുകൾക്കിടയിൽ കേക്ക് മുറിക്കാൻ സ്വല്പം സമയം കണ്ടെത്തി വീണ്ടും തിരക്കുകളിലേക്ക് മടങ്ങുകയായിരുന്നു MLA. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തഴവയിൽ വേനൽമഴ പെയ്തു. കഴിഞ്ഞ രാത്രിയാണ് ശക്തമായ മഴ ലഭിച്ചത്. തഴവ, കുതിരപ്പന്തി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മഴ ലഭിച്ചു. വേനൽ ചൂടിന് ആശ്വാസം പകർന്ന തഴവയിൽ വേനൽ മഴ പെയ്തു. കഴിഞ്ഞ രാത്രി 9 മണിയോടെയാണ് ശക്തമായ വേനൽ മഴ ഉണ്ടായത്. 1 മണിക്കൂറോളം മഴ നീണ്ടുനിന്നു. മഴ ശക്തമായി പെയ്തതോടെ ചൂടിന് താൽക്കാലിക ആശ്വാസവുമായി. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും.
യേശുദേവന്റെ ഉയർപ്പ് പെരുന്നാളിന്റെ സ്മരണയിൽ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, പാതിരാ കുർബാനയും ശുശ്രൂഷകളും. പതിവ് തെറ്റിച്ചില്ല. നവീകരണം പൂർത്തിയാകാറായ റോഡ് ജലവകുപ്പ് കുത്തിപ്പൊളിച്ചു. കുണ്ടറ പള്ളിമുക്ക് മുളവന റോഡാണ് പൈപ്പ് പൊട്ടിയത് മൂലം വാട്ടർ അതോറിറ്റി പൊളിച്ചത്. പാർവതി മിൽ തുറക്കാതെ MP വാഗ്ദാന ലംഘനം നടത്തിയെന്ന ആരോപണം. കൊല്ലം പാർവതി മില്ലിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ. ഇടത് ട്രേഡ് യൂണിയനുകളാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.